ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സയൻസിൻ്റെ ആദ്യത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജീവൻ്റെ ചെപ്പുകൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ സെല്ല്, അതേപോലെയുള്ള ഏറ്റവും ബയോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ഇതിലെ ഉള്ളടക്കം എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് സൂക്ഷ്മ ജീവികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എന്ന് വെച്ചാൽ നഗ്ന നേത്രങ്ങൾ കണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് എന്ത് വിളിക്കുന്നത്? സൂക്ഷ്മ ജീവികളെന്ന് വിളിക്കുന്നത്. അതായത് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കേണ്ടി വരും? മിക്കവാറും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഏത് ജീവികളെ? സൂക്ഷ്മ ജീവികളെ. അപ്പോൾ ഇനി അടുത്തതാണ് സെല്ലിനെ പറ്റിയാണ് അടുത്ത പറയുന്നത്. സെല്ല് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഓൾറെഡി സിലബസിലുള്ളതാണ് സെല്ല് അല്ലെങ്കിൽ കോശം എന്താണെന്നുള്ളത് പഠിക്കാൻ. അപ്പോൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചെറു ഘടകങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളാണ് എന്ത്? കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ടാവും. മനുഷ്യനൊക്കെ അനേക കോടിക്കണക്കിന് കോശങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്. അങ്ങനെയുള്ള ജീവികളെ വിളിക്കുന്ന അങ്ങനെയുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഒരു സെല്ല് മാത്രമേ അവയ്ക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ജീവികളെ നിങ്ങൾ ഓർത്ത് വെക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 4 നമുക്ക് പഠിക്കാനുള്ളത് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. അപ്പോൾ നിങ്ങൾക്ക് കോഡായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബാപ്പു എന്നുള്ളൊരു കോഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബാക്ടീരിയ, അമീബ, പാരമീസിയം, യുഗ്ലീന. ഇത് ഓർത്ത് വെച്ചാൽ എന്താണ്? ഈ 4 ഏകകോശ ജീവികളാണ് അല്ലെങ്കിൽ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്. ഇനി അപ്പോൾ ഒരു സെല്ലല്ലെങ്കിൽ പിന്നെന്താണ്? അനേക സെല്ലുകളുള്ള ജീവികളുണ്ടാവും. അപ്പോൾ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമ്മളെന്ത് വിളിക്കുന്ന പേരെന്താണ്? ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. അപ്പോൾ സാധാരണ ജന്തുക്കൾ, നമുക്ക് കാണുന്ന ജന്തുക്കളും സസ്യങ്ങളൊക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഏകകോശ ജീവികളുടെ 4 പേരെന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ ഇത് മിക്കവാറും തരുന്നതിൽ എന്തായിരിക്കും? കൂട്ടത്തിൽ പെടാത്തത് എടുത്ത് എഴുതാനൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 3 പിന്നെ ഒരു ബഹുകോശ ജീവിയും തന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കും? ബഹുകോശ ജീവിയായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി അടുത്തത് ഇതിൽ നമുക്ക് വരുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് ഞാൻ മുന്നേ പറഞ്ഞില്ല, മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളാണ്. അപ്പോൾ അത്രയോ കോടി കോശങ്ങൾ എന്തുണ്ട്? മനുഷ്യ ശരീരത്തിൽ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് കോശങ്ങളുമുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഇനി വരും, എന്തായാലും ഹയർ ക്ലാസ്സുകളിലത്തും വരും. നിങ്ങൾക്കവിടെ പേശി കോശം, അതേപോലെ നാഡീകോശം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാൻ പോകുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ജന്തുകോശം. നിങ്ങൾക്കവിടെ ജന്തുകോശത്തിൻ്റെ ഒരു കോശത്തിൻ്റെ എന്താണ് ഒരു മൈക്രോസ്കോപ്പിലൂടെയുള്ള ഒരു ഇമേജ് ഇവിടെ കാണാൻ പറ്റും. അതിൽ കോശസ്തരം, കോശദ്രവ്യം, മർമ്മം, ഇത് 3 അടയാളപ്പെടുത്തിയത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇത് 3 എന്താണെന്നുള്ളത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, ഒന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മർമ്മം, കോശദ്രവ്യം, അതേപോലെ കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കുറേ കോശഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ഇത് 3. അപ്പോൾ കോശത്തിൻ്റെ കേന്ദ്രമാണ് എന്ത്? മർമ്മം. കോശത്തിൻ്റെ കേന്ദ്രഭാഗം നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റൂ. അതിൻ്റെ കേന്ദ്രഭാഗമാണ് മർമ്മം എന്ന് പറയുന്നത്. അതേപോലെ കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശത്തിന് ചുറ്റുമുള്ള കോശത്തിൻ്റെ ആവരണം എന്ന് പറയുന്നത് എന്താണ്? കോശസ്തരമാണ്. കോശസ്തരം. ഈ കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് ഇത് കോശദ്രവ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ബ്ലൂ കളറിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം എന്നുള്ളത്. അപ്പോൾ ആ 3 ടേമും ജസ്റ്റ് ഒന്ന് ഓർത്തുക. ഇനി നമുക്കതിൽ ഞാൻ പറഞ്ഞ മുമ്പ് ജന്തുക്കൾക്ക് ജന്തുകോശവും അതേപോലെ സസ്യങ്ങൾക്ക് സസ്യകോശങ്ങളും ഉണ്ട്. അപ്പോൾ സസ്യകോശങ്ങൾക്കും ജന്തുകോശങ്ങൾക്കും കോശത്തിൽ കോമൺ ആയിട്ട് അതേപോലെ ഒരേപോലെയുള്ള പാർട്ടുകൾ ഉണ്ടാവും. ഇപ്പം മർമ്മം 2 ഉണ്ട്. അതേപോലെ എന്താണ്? കോശദ്രവ്യത്തിൻ്റെ ഇംഗ്ലീഷാണ് സൈറ്റോപ്ലാസം. അപ്പോൾ കോശദ്രവ്യം 2 ഉണ്ട്. പിന്നെ ഫേനം അല്ലെങ്കിൽ വാക്യൂൾ, ഫേനം 2 കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്തുണ്ട്? 2 കാണപ്പെടുന്നതാണ്. എന്നാൽ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ചിലതുണ്ട്. അതിലൊന്നാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നോട്ട് വെക്കണം. അതേപോലെ തന്നെ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വാൾ എന്നുള്ളത് എന്താണ്? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. അപ്പോൾ 2 ഹരിതകം, അതേപോലെ എന്താണ്? കോശഭിത്തിയും സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതെന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒന്ന് വൃത്തിക്കൊന്ന് പഠിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു പോയിന്റോടെയാണ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കോശങ്ങളൊക്കെ ആയിട്ട് മനുഷ്യ ശരീരം അല്ലെങ്കിൽ കോശങ്ങൾ ജന്തു ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്.
അപ്പോൾ ഇതിൽ ഇനി ഹയർ ക്ലാസ്സുകൾ വരുമ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യുക നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.